നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട ഗൾഫ് വാർത്തകൾ ഒറ്റനോട്ടത്തിൽ നോക്കാം. കുവൈറ്റിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണത്തിൽ വർധന. പുതിയതായി 805 പേരിൽ കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. ആകെ രോഗികളുടെ എണ്ണം ഇതോടെ 90,387 രോഗമുക്തരുടെ എണ്ണത്തിലും വർധനവുണ്ട്. 516 പേരാണ് പുതിയതായി രോഗമുക്തി നേടിയത്. ആകെ കോവിഡ് ഭേദമായവരുടെ എണ്ണം ഇതോടെ 81,037 2 പേർ കൂടി മരിച്ചു. ആകെ മരണം 546 8,804 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 90 പേർ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പുതുതായി 4,324 പരിശോധനകൾ പൂർത്തിയാക്കി. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച് 26 പേർ കൂടി മരിച്ചു. ഇതോടെ ആകെ മരണസംഖ്യ 4,107 പുതിയതായി 768 പേരിൽ കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചു. ഒപ്പം മൊത്തം പോസിറ്റീവായവരുടെ എണ്ണത്തിൽ ഇതോടെ 3,21,456 886 പേർ കൂടി രോഗമുക്തി നേടി. ഇതുവരെ 2,97,623 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. ഒമാനിൽ 256 പുതിയ കോവിഡ് രോഗികൾ, 399 പേർക്ക് രോഗമുക്തി. ചികിത്സയിൽ ഉണ്ടായിരുന്ന 6 പേർ കൂടി മരിച്ചു. രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 87,328 ഉയർന്നു. ആകെ കോവിഡ് മരണങ്ങൾ 234. കോവിഡിനെ അതിജീവിച്ചവരുടെ എണ്ണം 82,805 94.8% രോഗം. 57 പേർ പുതിയതായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. 463 പേർ നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 160 പേർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. UAE-യിൽ 470 പേർ കൂടി കോവിഡ് രോഗബാധിതരായി. 438 പേർ രോഗമുക്തി നേടിയതായും 2 പേർ മരിച്ചതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. 57,506 പേരിൽ പരിശോധന നടത്തിയപ്പോഴാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. രാജ്യത്തെ ആകെ രോഗികളുടെ എണ്ണം ഇതോടെ 74,484 66,533 പേരാണ് ഇതുവരെ രോഗം ഭേദമായി ആശുപത്രി വിട്ടത്. ആകെ മരണം 390. ബഹ്റൈനിൽ 644 പുതിയ കോവിഡ് കേസുകൾ കൂടി കണ്ടെത്തി. ആകെ രോഗികൾ ഇതോടെ 55,415 301 പേർക്ക് കൂടി രോഗം സുഖപ്പെട്ടു. ആകെ രോഗമുക്തർ 50,946 ആകെ മരണം 200 നിലവിൽ 4,270 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 32 പേരുടെ നില ഗുരുതരമാണ്. ശരീരത്തിൽ കൊതുക് കടിച്ചതിന്റെ ഭാഗമായി അപൂർവ രോഗത്തിന് ചികിത്സയിലായിരുന്ന ഷാർജ ഇന്ത്യൻ സ്കൂളിലെ മലയാളി വിദ്യാർത്ഥിനി സാന്ദ്ര ആൻഡ് ജെയ്സൺ വിട പറഞ്ഞു. തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ വെച്ച് തിങ്കളാഴ്ചയാണ് മരിച്ചത്. ഷാർജ ഇന്ത്യൻ സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ സാന്ദ്ര അടൂർ സ്വദേശി ജെയ്സൺ തോമസിന്റെയും ബിജി ജെയ്സന്റെയും മകളാണ്. 5 വർഷമായി ഹെനോക് സ്കോളിൻ പർപ്പുറ എന്ന രോഗം ബാധിച്ച് ഇരുവൃക്കകളും പ്രവർത്തനരഹിതമാവുകയായിരുന്നു. പ്രാണികളുടെ കടിയേറ്റ് ആന്തരികാവയവങ്ങളിൽ അലർജി ബാധിക്കുന്ന അസുഖമാണ് ഇത് എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഡയാലിസിസ് നടത്തിയാണ് ചാന്ദ്രയുടെ ജീവൻ പിടിച്ചു നിർത്തിയിരുന്നത്. ഇക്കഴിഞ്ഞ CBSE +2 പരീക്ഷയിൽ മറ്റൊരു വിദ്യാർത്ഥിനിയുടെ സഹായത്തിലായിരുന്നു പഠിച്ചതും പരീക്ഷ എഴുതിയതും. എന്നിട്ടും ഉന്നത വിജയം നേടാൻ ചാന്ദ്രയ്ക്ക് സാധിച്ചെന്ന് ഷാർജ ഇന്ത്യൻ സ്കൂൾ അധ്യാപകർ പറഞ്ഞു. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തോട് അധികൃതർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും വലിയ വിമാനങ്ങളിൽ ഇറങ്ങാനുള്ള അനുമതി അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നും ICF ഗൾഫ് കൗൺസിൽ ആവശ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായി വിവിധ സമരപരിപാടികൾക്ക് ICF നേതൃത്വം നൽകും. സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള പ്രചരണം, ഓൺലൈൻ പ്രൊട്ടസ്റ്റ് വാൾ, കേന്ദ്ര സർക്കാരിന് 1 ലക്ഷം ഇമെയിൽ സന്ദേശം, എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും സേവ് കരിപ്പൂർ മൂവ് തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഒമാനിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ഒക്ടോബർ 1 മുതൽ പുനരാരംഭിക്കുമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കോവിഡ് പ്രതിരോധ നടപടികളുടെ ചുമതലയുള്ള ഒമാൻ സുപ്രീം കമ്മിറ്റിയാണ് വിമാന ഗതാഗതം പുനരാരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. കോവിഡ് വ്യാപനം മൂലം മാർച്ച് 29 മുതലാണ് അന്താരാഷ്ട്ര ആഭ്യന്തര വിമാന സർവീസുകൾ അധികൃതർ നിർത്തിവെച്ചത്. കോവിഡ് കാലത്ത് തൊഴിൽ നഷ്ടപ്പെട്ട ആയിരങ്ങളെ വലവീശാനിറങ്ങിയ തട്ടിപ്പ് സംഘത്തെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഏഷ്യൻ സ്വദേശികളാണ് പിടിയിലായത്. ഇന്ത്യക്കാരുൾപ്പെടെ 150 തൊഴിലന്വേഷകർ സംഘത്തിന്റെ തട്ടിപ്പിനിരയായിരുന്നു. വ്യാജ റിക്രൂട്ട് ഏജൻസി ഉണ്ടാക്കി സാമൂഹിക മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകിയായിരുന്നു തൊഴിലന്വേഷകരെ സംഘം കണ്ടെത്തിയത്. ആകർഷകമായ ശമ്പളത്തോടൊപ്പം മികച്ച തൊഴിലവസരങ്ങളായിരുന്നു വാഗ്ദാനം. കോവിഡ് പ്രതിസന്ധിയിൽപ്പെട്ട തൊഴിൽ നഷ്ടപ്പെട്ടവർ സംഘത്തിന്റെ വലയിൽ കുടുങ്ങുകയായിരുന്നു എന്ന് ദുബായ് പോലീസിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ബ്രിഗേഡിയർ ജമാൽ സേലം അൽ ജലാഫ് പറഞ്ഞു. ഒപ്പം റിക്രൂട്ട്മെന്റ് ഫീസ്, ടാക്സ്, അഭിമുഖത്തിനുള്ള ബുക്കിംഗ് ഫീസ് എന്നിവയുടെ പേരിലായിരുന്നു പണം വാങ്ങിയിരുന്നത്. 1000 മുതൽ 3000 ദിർഹം വരെയായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് എന്നാണ് ആന്റി ഫ്രോഡ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ക്യാപ്റ്റൻ അഹമ്മദ് സുഹൈൽ അൽ സമാഹി പറഞ്ഞത്. കോവിഡ് പ്രതിസന്ധി മൂലം തൊഴിലന്വേഷകരിൽ ഉണ്ടായ വർധന മുതലെടുത്തായിരുന്നു സംഘത്തിന്റെ നീക്കം. പിന്നീട് ഇങ്ങനെയൊരു ജോലി ഇല്ലെന്ന് മനസ്സിലായതോടെ പലരും ഏജൻസിയെ സമീപിച്ചെങ്കിലും കൃത്യമായി മറുപടി കിട്ടിയില്ല. അതോടെയാണ് വഞ്ചിക്കപ്പെട്ടെന്ന് മനസ്സിലായവർ പോലീസിനെ സമീപിക്കുകയായിരുന്നു. പ്രശസ്ത ഗ്രാഫിക് ഡിസൈനറും സെൻ ബോർഡ് ആർട്ടിസ്റ്റുമായ ഉണ്ണികൃഷ്ണൻ ഒമാനിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ.
മസ്കറ്റിൽ ഉണ്ണി ആർട്സ് എന്ന പേരിൽ പരസ്യ സ്ഥാപനം നടത്തി വരികയായിരുന്നു. റൂവിയിലെ ഹോണ്ട റോഡിലുള്ള വീട്ടിൽ ശനിയാഴ്ച വൈകുന്നേരമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് എന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഒട്ടേറെ തവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും കിട്ടാത്തതിനെ തുടർന്ന് സംശയം തോന്നി സുഹൃത്താണ് ഒമാൻ പോലീസിൽ അറിയിച്ചത്. കുവൈറ്റിൽ PCR കോവിഡ് മുക്ത സർട്ടിഫിക്കറ്റുമായി എത്തിയ നിരവധി യാത്രക്കാരിൽ കൊറോണ കണ്ടെത്തി. വിദേശ രാജ്യങ്ങളിൽ നിന്നും കോവിഡ് മുക്ത സർട്ടിഫിക്കറ്റുമായി എത്തിയ യാത്രക്കാരിൽ നടത്തിയ കുവൈറ്റിലെ പരിശോധനയിലാണ് കുവൈറ്റിൽ വാണിജ്യ വിമാന സർവീസ് ആരംഭിച്ചതോടെ കോവിഡ് മുക്ത സർട്ടിഫിക്കറ്റുമായി വിദേശത്തു നിന്നും കുവൈറ്റ് വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാരെ കർശന നിരീക്ഷണത്തിനും തുടർ പരിശോധനകൾക്കും വിധേയമാക്കിയതോടെയാണ് നിരവധി യാത്രക്കാരിൽ നിന്നും വൈറസ് സാന്നിധ്യം കണ്ടെത്തിയത്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഗൾഫ് വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.